കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരു വിചിത്രമായ പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. പരാതിക്കാരൻ ആരാണ്, പ്രതിയുടെ രാഷ്ട്രീയ ലേബൽ എന്താണ് എന്നതിനനുസരിച്ചാണ് ഇവിടെ നിയമത്തിന്റെ വേഗത നിശ്ചയിക്കപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഇമെയിൽ പരാതി വന്നപ്പോൾ നമ്മൾ കണ്ടത് പോലീസിന്റെ അസാമാന്യ വീര്യമാണ്. രാത്രിക്ക് രാത്രി വീട് വളഞ്ഞ് ചീറിപ്പാഞ്ഞെത്തി നടത്തിയ ആ മിന്നൽ അറസ്റ്റ് ഭരണകൂടത്തിന്റെ ആവേശമായിരുന്നു. എന്നാൽ ഇതാ ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ജൂറിയിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീ താൻ അതിക്രമണത്തിന് ഇരയായി എന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പരാതിപ്പെട്ടിട്ടും പോലീസിന് അനക്കമില്ല. ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശി ജോസഫ് ഉന്നയിച്ചത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. പ്രമുഖ സംവിധായകനും ഇടത് സഹയാത്രികനുമായ PT കുഞ്ഞു മുഹമ്മദ് ഔദ്യോഗിക ചുമതലയ്ക്കിടെ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന് അവർ മുഖ്യമന്ത്രിയോട് നേരിട്ട് പരാതിപ്പെട്ടു. എന്നിട്ടും ദിവസങ്ങളോളം FIR പോലും ഇടാതെ പോലീസ് ഉരുണ്ടുകളിച്ചു. ചാനലുകളിൽ വാർത്ത വന്നപ്പോൾ മാത്രമാണ് നിയമം ചലിച്ചു തുടങ്ങിയത്. ഇവിടെയാണ് പിണറായി വിജയൻ സർക്കാരിനോട് ജനങ്ങൾ ചോദിക്കുന്നത്, നിയമം എല്ലാവർക്കും ഒന്നല്ലേ? അതോ കയ്യിൽ പാർട്ടിയുടെ അംഗത്വമോ സഹയാത്രികൻ എന്ന സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം പോലും വെറും തെറ്റിദ്ധാരണയായി മാറുമോ? ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതലയ്ക്കിടെ IFFK ജൂറി അംഗമായിരിക്കെയാണ് ഒരു സ്ത്രീക്ക് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത്. തനിക്ക് നേരിട്ടത് യാദൃശികമായ ഒരു പിഴവല്ല, മറിച്ച് ബോധപൂർവമായ അതിക്രമമാണെന്ന് ഡോക്ടർ ആശ തുറന്നു പറയുന്നു. CCTV ദൃശ്യങ്ങൾ പോലും തെളിവായി ഉണ്ടായിട്ടും ഹോട്ടൽ മുറിയിലെ അതിക്രമണത്തിന് മാപ്പല്ല, ശിക്ഷയാണ് വേണ്ടതെന്ന് ഉറച്ച നിലപാടിലാണവർ. CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. സിനിമാ ലൊക്കേഷനിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലമാകുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാലത്താണ് ഈ ക്രൂരത എന്നത് നമ്മൾ ഓർക്കണം. എന്നിട്ടും പ്രതി പറയുന്നു, വേണമെങ്കിൽ മാപ്പ് പറയാം. അന്തസ്സോടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നേരെ കൈവച്ചിട്ട് മാപ്പ് പറഞ്ഞു തീർക്കാൻ ഇത് എന്താ കുട്ടിക്കളിയാണോ? ഡോക്ടർ ആശി ജോസഫ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. മിണ്ടാതിരിക്കുക എന്നത് അന്തസ്സിന് മേൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമാണ്. അതിക്രമം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നീതി നടപ്പാക്കുവാൻ പോലീസ് വൈകിയെന്ന ഗുരുതരമായ ആരോപണമാണ് ആശ ഉന്നയിക്കുന്നത്. കന്റോൺമെന്റ് പോലീസിൽ പരാതി എത്തിയെങ്കിലും ചാനലുകളിൽ വാർത്ത വരുന്നതുവരെ FIR ഇടാൻ പോലീസ് തയ്യാറായില്ല. വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടും അധികൃതർ കാട്ടിയ അലംഭാവം തന്നെ ഞെട്ടിച്ചുവെന്ന് അവർ പറയുന്നു. നിയമം നടപ്പിലാക്കേണ്ടവർ ഇരയേക്കാൾ വേട്ടക്കാരനെ സഹായിക്കുന്ന നിലപാടാണോ സ്വീകരിക്കുന്നതെന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. സംഭവം നടന്നതിന് പിന്നാലെ കാര്യങ്ങൾ സങ്കീർണമാക്കരുതെന്നും മിണ്ടാതിരിക്കണമെന്നും ഉപദേശിച്ച് നിരവധി പേർ തന്നെ സമീപിച്ചതായിട്ട് ആശ വെളിപ്പെടുത്തി. എന്നാൽ മിണ്ടാതിരിക്കുക എന്നത് അന്തസ്സിന് മേൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമാണെന്ന് അവർ വിശ്വസിക്കുന്നു. സിനിമയിലെ സ്ത്രീ കൂട്ടായ്മകൾ ശബ്ദമുയർത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ഇന്നും അരക്ഷിതരാണെന്ന സത്യം ഈ സംഭവം തെളിയിക്കുന്നു. തന്റെ തുറന്നു പറച്ചിൽ മറ്റൊരു സ്ത്രീക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കരുത്താകുമെന്നാണ് ആശയുടെ പ്രതീക്ഷ. പിണറായിയുടെ സ്ത്രീ സുരക്ഷയെയാണ് ആശ ചോദ്യമുനയിൽ നിർത്തുന്നത്. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷനിടെ ജൂറി അംഗമായ സ്ത്രീയോട് ഹോട്ടൽ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് കേസ്. ചലച്ചിത്ര മേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയും ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലാണ് ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്നത്. സ്ക്രീനിങ്ങിന് ശേഷം ഹോട്ടലിൽ തിരിച്ചെത്തിയ സമയത്ത് കുഞ്ഞു മുഹമ്മദ് മുറിയിലെത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാണിച്ച് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. പരാതിയിൽ പറയുന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത്. അതേസമയം പരാതി കുഞ്ഞു മുഹമ്മദ് നിഷേധിച്ചു. അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും അവരോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും PT കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു. പോലീസിനോട് ഇത് തന്നെയാണ് PT കുഞ്ഞു മുഹമ്മദ് ആവർത്തിച്ചത്. IFFK സിനിമകളുടെ തിരഞ്ഞെടുപ്പിനായി ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. സ്ക്രീനിങ്ങിന് ശേഷം മുറിയിലെത്തിയ തന്നെ കുഞ്ഞു മുഹമ്മദ് അപമര്യാദയെ സമീപിക്കുകയായിരുന്നുവെന്ന് ആശ പറയുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് കേസ് എടുത്തതെങ്കിലും കുഞ്ഞു മുഹമ്മദ് ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. പരാതിക്കാരിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്നും വേണമെങ്കിൽ മാപ്പ് പറയാമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ മാപ്പല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് അതിക്രമം നടത്തിയവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് അതിജീവിതയുടെ ഉറച്ച നിലപാട്.
രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പരാതിക്കാരി ഓൺലൈൻ വഴി പറഞ്ഞു കൊടുത്തപ്പോഴേക്കും കേസെടുക്കലിനും അറസ്റ്റ് ചെയ്യാനും നടപടി ആരംഭിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് നേരെ കണ്ണടച്ചത്? വലിയ ചോദ്യം. മുഖ്യമന്ത്രി വേട്ടയാടാൻ ഒരുങ്ങുന്നതേയുള്ളൂ. ഓൺലൈൻ വഴി പരാതി കിട്ടിയാലുടൻ അറസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ശുഷ്കാന്തി സ്വന്തം പാർട്ടി ബന്ധമുള്ളവർ പ്രതിയാകുമ്പോൾ എന്തിന് തളർന്നു പോകുന്നു? സ്ത്രീ സുരക്ഷ എന്നത് വെറും പ്രസംഗിക്കുവാനുള്ള അലങ്കാരമല്ല, അത് നടപ്പിലാക്കുവാനുള്ള നീതിയാണ്. വേട്ടക്കാരന്റെ രാഷ്ട്രീയം നിറം നോക്കി നീതി വിതരണം ചെയ്യുന്ന ഈ രീതി ജനാധിപത്യത്തിന് അപമാനമാണ്.